അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ സാമ്പത്തികം പുരോഗമിച്ചത്. ഇന്നും രാജ്യത്തെ വലിയൊരു വിഭാഗം ജനം കൃഷിയെ ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നതും. സമൃദ്ധിയുടെ അടിസ്ഥാന ശിലകളായ അവരുടെ അധ്വാനമാണ് നമ്മുടെ ആഹാരവും ജീവനും. എന്നാൽ രാജ്യത്തെ കർഷകരുടെ സ്ഥിതി ഇന്നെന്താണ്? മഹാരാഷ്ട്രയിൽ നിന്നും എത്തുന്ന കർഷകരുടെ കൂട്ട ആത്മഹത്യാ വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 767 കർഷക ആത്മഹത്യകളാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. മഹാരാഷ്ട്ര നിയമസഭയിലാണ് നടുക്കുന്ന കണക്കുകൾ പുറത്തു വന്നത്. NDA സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വെറും 3 മാസത്തെ കണക്കാണിത്. മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നതെന്നാണ് റിപ്പോർട്ട്. മരിച്ചവരിൽ 200 പേർ സഹായത്തിന് അർഹരല്ലെന്നാണ് NDA സർക്കാർ പറയുന്നത്. ഈ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം മഹാരാഷ്ട്രയിൽ കർഷക ആത്മഹത്യ നിരക്ക് കുത്തനെ ഉയരുകയാണ്. കോട്ടൺ, കരിമ്പ്, സോയാബീൻ, കടല തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നവരാണ് സർക്കാർ സഹായം ലഭിക്കാതെ ജീവിതം അവസാനിപ്പിച്ചത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം പ്രതിസന്ധിയിലായ കർഷകരെ സർക്കാർ കൈയൊഴിഞ്ഞു. വിളവ് കുറയലും കടബാധ്യതയും ജലസേചന മാർഗങ്ങളുടെ അപര്യാപ്തതയും മിനിമം താങ്ങുവിലയുമെല്ലാം കർഷകർക്ക് തിരിച്ചടിയായപ്പോൾ സർക്കാർ നോക്കുകുത്തികളായി. അമരാവതി, ആക്കൊള, ബുൽദാന, വാസിം എന്നിവിടങ്ങളിലും കർഷകർ ആത്മഹത്യ ചെയ്തതായാണ് വിവരം. 2024 മഹാരാഷ്ട്രയിൽ 2635 കർഷകരാണ് ജീവനൊടുക്കിയത്. 2023 2851 ആത്മഹത്യ ചെയ്ത കർഷകരുടെ എണ്ണം. 2001 മുതൽ മഹാരാഷ്ട്രയിൽ 39,825 കർഷക ആത്മഹത്യകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 22,193 പേർ ജീവനൊടുക്കിയത് സംസ്ഥാനത്തെ കാർഷിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. കാർഷിക മേഖലയ്ക്കാണ് മുൻതൂക്കമെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും വീമ്പ് പറഞ്ഞ് അധികാരത്തിലേറിയ NDA സർക്കാർ 6 മാസം പിന്നിടുമ്പോഴാണ് കർഷക ആത്മഹത്യയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവന്നതെന്ന് ഓർക്കണം. മോദി സർക്കാരിന്റെ കാർഷിക നയങ്ങളുടെ ഇരകളാണ് ആത്മഹത്യ ചെയ്തവരെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കർഷകരെ ഭിക്ഷക്കാർ എന്ന് വിളിച്ച കൃഷിമന്ത്രി മണിക് റാവു കൊക്കാദിക്കെതിരെയും കർഷകരെ അവഹേളിച്ച മുൻ മന്ത്രി ബബൻ റാവു ലോണിക്കറിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സർക്കാർ പ്രാഥമികമായി ചെയ്യേണ്ടത്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവരെ പിന്തുണയ്ക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്.